ഹലോ, വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഇന്ന് എൻ്റെ ഒരു ഹെയർ കട്ട് ഡേ ആണ്. ഞാൻ ഡബ്ലിൻ സിറ്റി സെൻറ്ററിലുള്ളൊരു സലൂണിലേക്കാണ് ഇന്ന് പോകുന്നത്. ഓരോ 3 to 4 months കൂടുമ്പോഴും ഞാൻ മുടങ്ങാതെ ചെയ്തു വരുന്നൊരു കാര്യമാണ് ഈ ഹെയർ കട്ടിംഗ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ഏറ്റവും ഹാപ്പിയായിട്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഈ മുടിവെട്ടൽ പ്രക്രിയ. ഇന്ന് ഞാൻ പോകുന്നത് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ എന്ന് പറയുന്ന പ്ലേസിലേക്കാണ്. അത് നമ്മുടെ ഡബ്ലിൻ സിറ്റി സെൻറ്ററിലെ ഹെൻറി സ്ട്രീറ്റിൻ്റെ ലാസ്റ്റിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹെൻറി സ്ട്രീറ്റിൽ സ്ട്രെയിറ്റ് നടന്നിട്ട് ലാസ്റ്റ് റൈറ്റ് എടുക്കുക. അവിടുന്ന് ആ റൈറ്റ് ഒരു 200 meters നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സലൂൺ കാണാൻ പറ്റും. ഇതെനിക്ക് പറഞ്ഞു തന്നത് ChatGPT-യാണ്. ഞാൻ ChatGPT-യുടെ ഒരു അഫോർഡബിൾ ആയിട്ടൊരു സലൂൺ പറഞ്ഞിരുന്നു. ഇത് വളരെ അഫോർഡബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കരുതിയിരുന്ന ബഡ്ജറ്റിൽ ഉള്ളൊരു സലൂണായിരുന്നു. അതുപോലെ തന്നെ റിവ്യൂസ് ഞാൻ നോക്കിയിട്ടാണ് ചൂസ് ചെയ്ത്. അവിടെ കുറേ എംപ്ലോയീസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഒരു ബ്രസീലിയൻ ലേഡി ആയിരുന്നു. അവർ വളരെ കാമായിട്ടും വളരെ സ്ലോലി ആയിട്ടാണ് നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ഹെയർ വാഷ് ചെയ്യുന്നതായാലും ഹെയർ കട്ട് ചെയ്യുന്നതായാലും ഒക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നി. ഒരു കസ്റ്റമറിനെ കിട്ടിയാൽ പെട്ടെന്ന് ഹെയർ കട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെയർ കട്ട് ചെയ്ത് തരുന്നൊരു ലേഡിയായിരുന്നു ഈ ഒരു എംപ്ലോയി. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു സർവീസ്. ഈ സലൂണിൽ വന്നാൽ വളരെ സാറ്റിസ്ഫൈഡ് ആവും ആ കാര്യത്തിൽ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞ പോലെയാണ് അവരെനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നത്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും. ഇന്നത്തെ ഈ സർവീസിൻ്റെ ചാർജ് €32 ആയിരുന്നു. അത് ഇന്ത്യൻ മണിയിൽ നമ്മൾ നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി 3200 rupees ആവും. ഇതിപ്പോൾ ഡബ്ലിനിൽ ഒരു അഫോർഡബിൾ ആയിട്ടും പിന്നെ ഗുഡ് റിവ്യൂസും ഒക്കെ ഉള്ളൊരു സലൂണിൽ പോകുമ്പോൾ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. കാരണം അവരുടെ സർവീസ് അത്രയും നല്ലതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചൈനീസ് ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്ന ഫുഡും ഒക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.